ലാലേട്ടൻ വരുന്നത് പടം അങ്ങ് ഓണായി. ഇങ്ങനെ ഇരുന്ന പടം ഇങ്ങനെ ഒരു കയറ്റം കയറി. കള്ളം പറയരുത്. ഫൈറ്റ് സീൻസ് എല്ലാം കിടുവാണ്, എല്ലാം ഗംഭീരം. വിഷ്വൽ ട്രീറ്റ്, മഹേഷ് നാരായണൻ സ്റ്റഫ്. 100 കോടി മാത്രമേ കിട്ടും, അതിൽ കൂടുതൽ കയറുമോ? 100 കോടി ബ്ലോക്ക് ബസ്റ്റർ അടിക്കും ഉറപ്പാ. ഞാൻ കണ്ടോ? എന്നാ കണ്ടിട്ട് പറയണ നാറി. ഇവരുടെയൊക്കെ റെവന്യൂഷൻ കൂടാതെ തന്നെ ടെക്നിക്കലി ടു ഗുഡ്. പക്ഷെ പടം എന്താ വൈകി, മഹേഷ് നാരായണ വൈകി. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്ത് വെച്ചൊരു സാധനം സെക്കൻഡ് ഹാഫിൽ കൊണ്ടുപോയിട്ട് ശടപടപടപടപടേ എന്ന് പറഞ്ഞു പിന്നെ മൊത്തം വീണുപോയി. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഇത്തവണ ലാലാരാധകരെ സംബന്ധിച്ച് ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. അങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂത്ത് കൈത്ത പോലെ. ഏറ്റവും ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ലാലേട്ടനെ പറ്റിച്ചതാ എന്നാ എനിക്ക് തോന്നുന്നു. മഹേഷ് ചതിച്ചതാ. മഹേഷിന്റെ പ്രതികാരം എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ അതായത് ഈ നിർഗുണ സിനിമയിലെ ഏറ്റവും നിർഗുണ ക്യാരക്ടർ. ഒരു വട്ടം കൂടി ഞാൻ തിയേറ്ററിൽ പോയിട്ട് പടം കാണുമെന്ന് ചോദിച്ചാൽ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ CPU കമ്പ്യൂട്ടറിന്റെ